ഹേ ആർ സി ലവേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് അടിപൊളി ക്രൗളേഴ്സിന്റെ അടിപൊളി കമ്പാരിസൺ ആട്ടോ. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ വന്നത് നമ്മളെ സ്വന്തം LZ80 ഒരു അടിപൊളി ക്രൗളറാണ്. അടിപൊളി ക്രൗളർ പറഞ്ഞാൽ ഒരുപാട് ടെറൈനിലൂടെ ഞാനതിങ്ങനെ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ടയറിലൊക്കെ എപ്പോഴും ചളിയുണ്ട്, ക്ലീൻ ചെയ്തിട്ടില്ല, ക്ലീൻ ചെയ്യാനുണ്ട്. സോ ഇതിൻ്റെയും പിന്നെ വരുന്നത് നമ്മുടെ സ്വന്തം ജീപ്പ് റാംഗ്ലർ കണ്ടമാനം ടെറൈനിലൂടെ ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അടിപൊളി സ്കെയിൽ മോഡലാണ്. ഇതിലും അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചളിയൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. ഇനി കുറച്ചും കൂടിയും പാർട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാനുണ്ട്. മെയിനായിട്ട് മടിയാണ് ഗൈസ്. സോ ഇതിനെ രണ്ടിനും കമ്പാരിസൺ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. രണ്ട് ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളി ലുക്കാട്ടോ. അസാധ്യ ലുക്ക് എന്ന് പറഞ്ഞാൽ അസാധ്യ ലുക്കാണ്. കാരണം നമ്മളെ LC അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ റാംഗ്ലറിൻ്റെ എന്താ പറയുക, ഹാങ്കി ബേർഡ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ പൊളി ലുക്ക് പറഞ്ഞാൽ പൊളി ലുക്കാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ റാംഗ്ലറിൻ്റെ സസ്പെൻഷൻ വരുന്നത് സ്പ്രിംഗ് സസ്പെൻഷൻ ആട്ടോ. കണ്ടില്ലേ, സ്പ്രിംഗ് സസ്പെൻഷനാണ് വരുന്നത്. എന്നാൽ അതേ ടൈമിൽ നമ്മുടെ LCയുടെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഇത് വരുന്നത് ഓയിൽ സസ്പെൻഷൻ ആട്ടോ. ഒരു ഓയിൽ സസ്പെൻഷൻ വരുന്ന ഒരു വണ്ടിയാണ് LC. ഓക്കെ, പക്ഷേ റാംഗ്ലറിൻ്റെ ആ ലുക്ക് ഉണ്ടല്ലോ, എന്താ പറയുക, ഷോക്കിൻ്റെ ലുക്ക്, അത് കിടിലൻ ലുക്കാണ്. കണ്ടില്ല, അടിപൊളി ലുക്കാണ്. ബ്ലാക്കിൽ റെഡ് കോമ്പോ സെറ്റ് വൈബാട്ടോ. പിന്നെ എൻ്റെ രണ്ടിനും ഡ്രൈവിംഗ് ഷാഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് വരുന്നത് പ്ലാസ്റ്റിക് ആണ്. അതായത് ഇത് സ്റ്റോക്ക് വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. ഇനി നമുക്കിത് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് മെറ്റലൊക്കെ ആക്കാൻ പറ്റും. ഇനി നമ്മുടെ LCയിലേക്ക് വരികയാണെങ്കിൽ LCയുടെ ഡ്രൈവിംഗ് ഷാഫ്റ്റ് വരുന്നത് മെറ്റൽസ് ആട്ടോ. പക്ഷേ റാംഗ്ലറിൻ്റെ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് മെറ്റലാണ്. ഇതിൻ്റെ ഡ്രൈവിംഗ് ഷാഫ്റ്റാണ് പ്ലാസ്റ്റിക്കിൽ വരുന്നത്. LCയുടെ ഗിയേഴ്സും ഡ്രൈവിംഗ് ഷാഫ്റ്റൊക്കെ വരുന്നത് മെറ്റലാണ്. ഇനി ബോഡി ക്വാളിറ്റി കമ്പയർ ആണ്, രണ്ടും ഒരേ ബോഡി ക്വാളിറ്റി, അടിപൊളി പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഹൈ ഗ്രേഡ് പ്ലാസ്റ്റിക് ആണ് രണ്ടും നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം റാംഗ്ലർ മെറ്റലാന്ന് വിചാരിച്ചു, കാരണം അത് അത്യാവശ്യം നല്ല വെയിറ്റ്, നമ്മൾ LCനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി വെയിറ്റ് ഇത് വരുന്നുണ്ട്. പക്ഷേ ഇതും പ്ലാസ്റ്റിക്കിനാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇത് മെറ്റലാണ്, പക്ഷെ അത് മെറ്റലല്ല, ഇത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. LCയിലേക്ക് വരികയാണെങ്കിൽ LCയും പ്ലാസ്റ്റിക് ആണ്, പക്ഷെ നല്ല ഹൈ ഗ്രേഡ് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, ഇതിൻ്റെ രണ്ടിനെ കൺട്രോളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു മിനിമൽ കൺട്രോൾ ആട്ടോ. അതായത് ഇതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലൈൻമെൻ്റ് ഉണ്ട്, പിന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഗിയർ ഓപ്ഷൻസ് ഉണ്ട്. എന്താ പറയുക, ഒന്ന് സ്പീഡ് മോഡ്, ഒന്ന് ക്രൗളിംഗ് മോഡ്. പിന്നെ വരുന്നത് ലൈറ്റിൻ്റെ കൺട്രോൾസ് ആണ്, ലൈറ്റ് ഓൺ ഓഫ്. പിന്നെ രണ്ട് ചാനൽസ് വരുന്നത്, നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ. പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ആണ് വരുന്നത്. എന്നാൽ നമ്മുടെ LCൻ്റെ കൺട്രോളർ നോക്കുകയാണെങ്കിൽ ഇതൊരു അസാധ്യ കൺട്രോളർ കേട്ടോ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലൈറ്റ്, ഫസ്റ്റ് തന്നെ വരുന്ന ലൈറ്റിൻ്റെ സ്വിച്ചാണ്. പിന്നെ വരുന്നത് ഈ ബട്ടൺ വരുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് ആക്ഷൻ ഇല്ലേ, ഇതിപ്പോൾ ലെഫ്റ്റിലേക്ക് കുറിച്ചാൽ ലെഫ്റ്റിലേക്ക് തിരിയും, റൈറ്റിലേക്ക് കുറിച്ചാൽ റൈറ്റിലേക്ക് തിരിയും. ഇത് നേരെ റിവേഴ്സ് ആക്കാനാണ് ഈ ഒരു ബട്ടൺ വരുന്നത്. പിന്നെ ഇത് വരുന്നത് എന്താ പറയുക, ക്രൂയിസ് ആണ്. അല്ല, ഇത് വരുന്നത് സ്റ്റിയറിംഗിൻ്റെ ട്രിമ്മാണ്, സ്റ്റിയറിംഗിൻ്റെ ട്രിം ഓപ്ഷൻസ് ആണ് ഇത് വരുന്നത്. പിന്നെ ഇത് വരുന്നത് ക്രൂയിസ് ആട്ടോ. അതായത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഇതൊരു പെർട്ടിക്കുലർ സ്പീഡിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ക്രൂയിസ് ചെയ്ത് പോകാൻ പറ്റും. അതിനുള്ളൊരു സംഗതിയാണ് ഇത് വരുന്നത്. പിന്നെ അതിനേക്കാളൊക്കെ അട്രാക്ട് ചെയ്ത് ഇതിൽ 3 ഗിയർ മോഡ്സ് വരുന്നുണ്ട്. അതായത് ഇത് വരുന്നത് ന്യൂട്രലാണ്, കണ്ടില്ലേ, ഇതിങ്ങനെ പ്രസ് ചെയ്താൽ വണ്ടി ഓടില്ല, മോട്ടർ കറങ്ങും പക്ഷേ വണ്ടി ഓടില്ല. ഓക്കെ, പിന്നെ വരുന്നത് എന്താ പറയുക, ഡ്രൈവിംഗ് മോഡ് വരുന്നുണ്ട്, അതായത് ഫസ്റ്റ് ഗിയർ പോലെ, അതായത് നമ്മൾ ക്രൗളിംഗ് മോഡ്. പിന്നെ വരുന്നൊരു മോഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് മോഡ്. ഈ 3 മോഡുകളാണ് ഇതിൽ വരുന്നത്. 3 മോഡലും വണ്ടി അസാധ്യ പെർഫോമൻസ് ആണ്. അസാധ്യം എന്ന് പറഞ്ഞാൽ കിഡിലോസ്കി പെർഫോമൻസാണ്. ഇനി രണ്ട് വണ്ടിയിൽ ലൈറ്റിംഗ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതും ഫുള്ളി എന്താ പറയുക, ഫങ്ഷണൽ ആയിട്ടുള്ള ലൈറ്റാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ടൈൽ ലാമ്പ് വരുന്നുണ്ട്, പിന്നെ റിവേഴ്സ് ലൈറ്റും കൂടി വരുന്നുണ്ട്. റിവേഴ്സ് ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഒരു റിവേഴ്സ് ലൈറ്റ് വരുന്നുണ്ട്, കേട്ടോ, ഒരു റിവേഴ്സ് ലൈറ്റും കൂടി വരുന്നുണ്ട്. അങ്ങനെ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ലൈറ്റാണ് ഇതിന് വരുന്നത്. ഇനി അതേ ടൈമിൽ നമ്മൾ LCയിൽ നോക്കുകയാണെങ്കിൽ LCയിൽ അതവിടെ പിടിച്ചോ, LCയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ടിൽ നല്ല അടിപൊളി ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, കിഡ്ലോസ്കി ഹെഡ്ലൈറ്റാണ്, കണ്ടില്ലേ, നല്ല അടിപൊളി ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, ഫ്രണ്ടിൽ ലെഫ്റ്റിൽ റൈറ്റിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു റൂഫിൽ ഒരു ലാമ്പും വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ സെർച്ച് ലൈറ്റൊക്കെ പോലെ റൂഫിൽ ലാമ്പ്സ് വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ടെയിൽ ലാമ്പ് വരുന്നുണ്ട്, പക്ഷേ ഈ ഇൻഡിക്കേറ്റേഴ്സും വരുന്നില്ല, അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റും വരുന്നില്ല. ഓക്കെ, കാണിച്ചു തരാം. അസാധ്യ എന്താ പറയുക, തള്ളലാട്ടോ, അങ്ങോട്ട് എടുത്തങ്ങോട്ട് കൊണ്ടുപോകും. ഭയങ്കര പവറാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്. ഓക്കെ, പക്ഷേ ഇതിന് റിവേഴ്സിൽ ടെയിൽ ഭാഗത്ത് ഇൻഡിക്കേറ്റേഴ്സും വരുന്നില്ല, അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റും വരുന്നില്ല.
ഇനി ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഏത് ടെറൈനിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളാട്ടോ ഇത്. അടിപൊളി പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. ഞാനിപ്പോൾ ഇതായിട്ട് ഒരുപാട് ടെറൈനിൽ മണ്ണിലും മരത്തിലും വെള്ളത്തിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് രണ്ടും വാട്ടർ പ്രൂഫ് അല്ല. അതുകൊണ്ട് വെള്ളത്തിൽ അത്ര കണ്ട് ഓടിക്കേണ്ട പണി കിട്ടും. ബാക്കിയുള്ള ഏത് ടെറൈനിലും രണ്ടും ഒന്നിനൊന്ന് മെച്ചാണ്. എന്നാലും കുറച്ചും കൂടെ ഒക്കെ ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു റാംഗ്ലറാണ്. സോ ഈ രണ്ട് വണ്ടിയുടെയും ക്രൗളിംഗ് വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ വരാനിരിക്കുന്നുണ്ട്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ബൈ.